വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോയിൽ വന്ന ശേഷം യുവാവ് തൂങ്ങി മരിച്ച സംഭവം പോലീസിനും പരാതികൾക്കുമെതിരെ മരിച്ച യുവാവിന്റെ കുടുംബം ആരോപണവുമായി രംഗത്ത്. മകന് നീതി കിട്ടും വരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും അവർ ആരോപിച്ചു. നിലമ്പൂർ മുക്കട്ട അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദു ഫാത്തിമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജാസിദാണ് ഞായറാഴ്ച പുലർച്ചെ 1:30 തൂങ്ങി മരിച്ചത്. 1:15 ജാസിദ് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ ചെയ്തത്. ലൈവ് കണ്ട സുഹൃത്തുക്കളും നാട്ടുകാരും ഉടൻ വീട്ടിലെത്തി വീട്ടുകാരെ വിവരമറിയിച്ചു. വീട്ടുകാരും സുഹൃത്തുക്കളും നടത്തിയ തെരച്ചിലിൽ വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 6 മാസമായി എറണാകുളത്ത് മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജാസിദ്. ഈ മാസം 31 സൗദിയിലേക്ക് പോകാനിരിക്കെയാണ് ആത്മഹത്യ ചെയ്തത്. ലൈവ് വീഡിയോയിൽ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീഷണിയും ഇക്കാര്യത്തിൽ പോലീസ് നിരന്തരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായും തനിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കാൻ തയ്യാറായില്ലെന്നും പറയുന്നുണ്ട്. കൂടാതെ നിലമ്പൂരിലുള്ള 4 പേരാണ് തന്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് ഇവരുടെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്താണ് ജാസിദ് തൂങ്ങി മരിച്ചത്. ഇവർ തമ്മിൽ നല്ല റിലേഷനായിരുന്നു. പിന്നെ അവരുടെ വീട്ടിലേക്ക് സമ്മതമായിരുന്നു റിലേഷന്. അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളത് സമ്മതിക്കോ ഇല്ലെന്ന് ഉള്ള പ്രശ്നമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ റിലേഷൻ അറിഞ്ഞപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ ഉപ്പയും എൻ്റെ വൈഫോ പോയത് അവരുടെ വീട്ടിലോട്ട് കാര്യം പറയാൻ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിത് സമ്മതമല്ല, ഇന്നത്തോട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും അങ്ങനെ ഓക്കെ എന്നാൽ ഇനി ഒന്നും കോണ്ടാക്റ്റും വീലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിർത്തി പോകുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവന് പിന്നെയും അവളുടെ ഉമ്മ ഓരോ കാര്യത്തിന് കേസ് കൊടുക്കും. ഇത് കേസ് കൊടുക്കാൻ എന്താ കാരണം വെച്ചാൽ ഈ ഉമ്മാക്കൊരു വേറൊരു റിലേഷൻ ഉണ്ട്. അതിവൻ കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചപ്പോൾ അവളുടെ ഉപ്പാനെ അറിയിച്ചപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു, അവളുടെ ഉമ്മ ഇവളെ ടോർച്ചർ ചെയ്യാൻ, ഇവളെ പീഡിപ്പിക്കാന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കും. ഈ കേസ് കൊടുക്കുമ്പോഴൊക്കെ ഇവന് സ്റ്റേഷനിൽ പോയി വരുമ്പോഴൊന്നും അവൻ്റെ കയ്യിലെല്ലാ തെളിവുണ്ട്. അവരത് ഒന്നിച്ച് ഇഷ്ടത്തിലാണ്, അവർ പീഡിപ്പിക്കുന്നല്ല, 2 പേർ സമ്മതത്തോടെയാണ് റിലേഷനൊക്കെ പോലീസുകാർക്ക് മനസ്സിലായപ്പോഴൊക്കെ അവന് കൂളായിട്ട് ഇറങ്ങിപ്പോരാണ് സ്റ്റേഷനിൽ നിന്ന്. ഇപ്പോൾ ഈ ലാസ്റ്റ് പ്രാവശ്യം അവന് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴേ അവൻ്റെ ഫോണിലുള്ള കംപ്ലീറ്റ് പ്രൂഫും 2 പോലീസുകാർ ഡിലീറ്റ് ചെയ്തു. അവനോടൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അവളുടെ ഉമ്മാൻ്റെയും അവളുടെയും ഭാഗം മാത്രമായിട്ടാണ് ഇവർ പോലീസുകാർ സംസാരിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഈ ഫോണൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് അവർക്ക് ഫോൺ കിട്ടിയത്. ഈ ഫോൺ കിട്ടിയതിന് ശേഷം അവൻ്റെ ഫോണിലൊന്നുമില്ലല്ലോ. ഇനിയൊരു കേസ് ഉണ്ടായാൽ എന്താ ചെയ്യുക, ഒരു തെളിവൊന്നും അവൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റെ മനവിഷമത്തിലാണ് അവന് ഈ ആത്മഹത്യ ചെയ്തത്. മരണവുമായി ബന്ധപ്പെട്ട് പിതാവും സഹോദരങ്ങളും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഞാൻ രാത്രി എൻ്റെ മകൻ്റെ പുതിയ വീട് താമസം കഴിഞ്ഞ് അവിടെ വന്നിരുന്നു. ഞങ്ങൾ 3 പേരും ഈ വീട്ടിൽ വന്ന് അതിൽ എന്നോട് പറഞ്ഞു, ഇപ്പോൾ അവന് എറണാകുളത്താണ് ജോലി, മൊബൈൽ ഷോപ്പിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒന്നിക്കലും എനിക്ക് എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ എനിക്കൊരു ടിക്കറ്റ് എടുത്ത് തരണം, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ് എനിക്ക് പ്രശ്നം എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ഈ ആത്മഹത്യയുടെ തലേന്ന് വെള്ളിയാഴ്ച പോലീസുകാർ അവിടെ കൊണ്ടുപോയാണ്ട് അവളെ അമ്മയും വന്ന് കേസ് കൊടുത്തിട്ട് പോലീസുകാർ 2 പോലീസുകാർ അവൻ പറയുന്നതും കേൾക്കുന്നില്ല എന്നാണ്. അവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അവൻ്റെ ഫോണിൽ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ അവർ എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് കൊടുത്ത് എൻ്റെ ഫോണിൽ ഒന്നുമില്ല, അവർ പറഞ്ഞ തെളിവൊന്നുമില്ല. അവൾ പിന്നെ അവളെ അമ്മ ചന്തക്കുന്നിൽ ആർക്കും ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അവൻ്റെ കയ്യും കാലും ഒടിക്കാൻ പൈസ കൊടുത്തുകൊണ്ട്. അപ്പോൾ അവനിപ്പോൾ ഏതൊരു ഒരാളെ പള്ളക്ക് കത്തി കുത്തിയിട്ട് ഇപ്പോൾ കേസിൽ ഇറങ്ങിയ ആളാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാനാണ്, എന്നെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് അവൻ്റെ ഒപ്പം നടക്കുന്ന ചെങ്ങായിൻ്റെ ആളെ അവൻ പോയി പറഞ്ഞതുകൊണ്ട് അവൻ വെറുതെ വിട്ടേക്ക്. അപ്പോൾ അവൻ എന്നെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്കൊന്നിക്കലും എറണാകുളത്ത് പോകണം, എനിക്ക് ടിക്കറ്റ് എടുക്കണം എന്നാണ്. അതിന് ഞാൻ എൻ്റെ മൂത്തമാൻ ട്രാവൽസിലാണ്, അവനോട് ചെന്ന് ഇവിടെ പറഞ്ഞ്. അപ്പോൾ അവൻ ടിക്കറ്റ് അവന് 31 ടിക്കറ്റ് ഓക്കെ ആക്കിയാണ്ട് അവൻ എൻ്റെ വീട്ടിൽ മേലെ റൂമിലാണ് കിടക്കൽ. അവൾക്ക് കിടക്കാൻ പോയി വന്ന് ഒരു 2 മണിയാകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകളും 3-4 കുട്ടികളും ഒന്ന് ഇവിടെ വിളിക്കുന്നുണ്ട്. ജാസിദാണ് എൻ്റെ പേര്. ജാസിദ് എവിടെ അപ്പോൾ ഞങ്ങൾ അവിടെ കിടന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് പെട്ടെന്ന് വരിക പറഞ്ഞു. അവൻ എന്നെ വീട്ടിയാണ്ട് എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ പോയാണ്ട് ഞാൻ മകൻ അവിടെ ഉണ്ടായിരുന്നു. അവന്
വിളിച്ചുണർത്തി ഡോറ് തുറന്ന് മേലെ പോയി വേറെ റൂമിലില്ല. അതിൽ പുറത്തൊരു ടെറസിൻ്റെ മുകളിൽ സീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നോക്കിവിടെ കമ്പിയിൽ കയറിട്ട് തൂങ്ങിയിട്ടുണ്ട്. അതിന് ഉത്തരവാദി മുഴുവനും പേരാണ്. ഇവർ 4 പേരുണ്ട്. 2 പോലീസുകാരും. 2 പോലീസുകാരാണ്. പോലീസുകാർ ഇവൻ പറയുന്നൊന്നും കേട്ടില്ല എന്നാണ്. സമ്മതിച്ചില്ല. അനസും ഇതെന്താണ് ജംഷനാണ് 2 പോലീസുകാരുണ്ട്. അവർ ഈ പെണ്ണും ഉമ്മയും പറഞ്ഞ മാത്രമേ അവർ സ്വീകരിക്കും. ഇവനെ ഒന്നും മറുപടി ഒന്നും പറയാൻ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. പോലീസ് ഇക്കാര്യത്തിൽ കാണിച്ച സമീപനം ജാസിദിന്റെ മരണത്തിന് കാരണമായതായി മാതാപിതാക്കളും സഹോദരനും പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ, അമ്പലപ്പടി, വണ്ടൂർ.